നിങ്ങൾ ആരെങ്കിലും ഉൾക്കടലിൽ പോയ എക്സ്പീരിയൻസ് ഉണ്ടോ? ഉൾക്കടലിൽ പോയിട്ട് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ പോയിട്ടില്ല. ഞാൻ ജോലി ഭാഗമായിട്ട് ശ്രീലങ്ക പോയിട്ടുണ്ട്. ആണ്. അപ്പൊ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ എക്സ്പീരിയൻസ് വളരെ വലുതായിരുന്നു, വളരെ സന്തോഷപ്രദമായിരുന്നു. ആണ്. അതെ, അടിപൊളിയായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു ഉൾക്കടലിൽ പോയ എക്സ്പീരിയൻസ് ഉണ്ടോ മുൻപ്? സാഗറാണിയെ കുറച്ച് പോയതുള്ളൂ. ആണ് അല്ലെ? അത് നല്ലതായിരുന്നു. ആണ്. ഇത് വേറെ ചിലര് പറയില്ലേ അങ്ങനെ ഒരുപാട് ഉള്ളിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര തലവേദന വരും, ഛർദ്ദിക്കാൻ തോന്നും, അങ്ങനെ ചെറിയതായിട്ട് തലവേദന വന്നിരുന്നു ആദ്യം, പിന്നെ മാറി. അത് ഇവരുടെ പാട്ടും ഡാൻസിലും ഒക്കെ നമ്മൾ അങ്ങ് മറന്നു അല്ലേ? ഇവിടത്തെ വിശേഷം ചോദിക്കട്ടെ, ഇവിടെ എന്തായിരുന്നു അവസ്ഥ? നല്ല വിശേഷം തന്നെ. ആദ്യമായിട്ടാണ്. എന്തെങ്കിലും പേടിയൊക്കെ ഉണ്ടായിരുന്നു ഇത്ര ഉൾക്കടലിലേക്ക്? ഇല്ല പേടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അടിച്ചു വിളിച്ചു. ആണ് അല്ലെ? ഇനി ചേച്ചിയുടെ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചോണ്ട് വരുമോ? വരും. എല്ലാരെയും കൊണ്ടുവരും. മക്കളെയൊക്കെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. ആണോ? അവരിവിടെ ഇല്ല. ജർമ്മനിൽ 2 പേര്. പിന്നെ ബാക്കിയുള്ളവരെ ഇവിടെ ഉണ്ട്, അവരെയും കാണിച്ചു. ആണ്. അങ്കിളുടെ ഒരു എക്സ്പീരിയൻസ് എന്താണ്? ഇത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. അതായത് നമുക്ക് ഇൻഡിവിജ്വലായിട്ടൊന്നും വന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു വരുമ്പോൾ നമ്മളൊരു ട്രൂപ്സ് ആയിട്ട് വരണം, എങ്കിൽ മാത്രമേ അത് എൻജോയ്മെന്റ് ചെയ്യാനൊക്കെ. അപ്പൊ അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സാറ്റിസ്ഫൈഡ്.